ഹലോ ഡിയേഴ്സ്, ഇത് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചൊരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. Strength, Page of Swords, King of Pentacles, Six of Wands, Five of Wands, Queen of Wands. വേറൊരു ഡെക്കിൽ നിന്ന് കുറച്ചുകൂടി കാർഡ്സ് എടുത്ത് നോക്കാം. Temperance, Page of Wands, Lovers, Four of Pentacles, Four of Cups, Ace of Wands, Ten of Pentacles, ഇവിടെ ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് കാണുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്മൂത്ത് ഗോയിങ് ആയിരിക്കുകയില്ല. ഒന്നുകിൽ ഒരു ബ്ലോക്ക് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പോ ആയിരിക്കാം. എന്തായാലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു വച്ചിരിക്കുന്ന കാര്യം എന്നത് നിങ്ങളിൽ വളരെയധികം പ്രതീക്ഷയാണ് അവർക്കുള്ളത്. എന്ത് കാര്യത്തിലും നിങ്ങളിലാണ് അവർ ഒരു പ്രതീക്ഷ വയ്ക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കാർഡ് സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോയത് നിങ്ങളെന്നുള്ള വ്യക്തിയാണ് എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എന്തൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതും ബാലൻസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതും മേ ബി നിങ്ങളായിരിക്കാം. എന്ത് പ്രശ്നം വന്നാലും ഒരു കോംപ്രമൈസിലേക്ക് പോകുന്നതും നിങ്ങളായിരിക്കാം എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് അവരാണ് തെറ്റ് ചെയ്തതെങ്കിലും നിങ്ങളാണ് തെറ്റ് ചെയ്തതെങ്കിലും നിങ്ങളാണ് അവരെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് അവർക്ക് നല്ല രീതിക്ക് അറിയാം എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്ന സമയത്ത് പോലും ആ ഒരു സിറ്റുവേഷനെ മാറ്റാനായി നിങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സമയത്ത് പോലും അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ പഴയതുപോലെ കോംപ്രമൈസിലേക്ക് ചെല്ലുമെന്ന് അവർ ഒരു പ്രതീക്ഷ വെക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു കാത്തിരിപ്പാണ് കാണുന്നത്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ചാടിക്കയറി പോകരുത് എന്നുള്ളതാണ്. കാരണം ഞാൻ നോക്കിയത് അവരുടെ മനസ്സിലെ വിചാരങ്ങളാണ് നിങ്ങളെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇവിടെ കാണാം, നിങ്ങൾ തമ്മിൽ ഒരുപാട് ഫൈറ്റ്സ് നേരിട്ടിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഒന്നുകിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം. പക്ഷേ ഇവിടെ കൂടുതൽ എനർജിയും എനിക്ക് കിട്ടുന്നത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെയാണ്. നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം, അതുപോലെ അവർക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം. അപ്പം അതിൻ്റെ രീതിയിൽ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് സ്നേഹം അവർക്ക് വേണം, പക്ഷേ വേറെ പല കാര്യങ്ങളും അവരുടെ ചിന്തകളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ വേണ്ടാന്ന് വയ്ക്കുന്ന സിറ്റുവേഷനാണ് നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഒരു നോർമൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്നുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു എനർജി അല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാഹചര്യവുമായി ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്തെടുക്കണം. നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു തരും. ഇനി നിങ്ങൾ അവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കില്ല. അതുപോലത്തെ ഉള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴുള്ളത്. ഫസ്റ്റ് ടൈം ഒക്കെ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ അവർ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ എന്തോ നിങ്ങളുടെ എനർജിയിൽ ഒരു മാറ്റം വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ അത്രയും താഴ്മയോടെ ആയിരിക്കാം ചെന്നിട്ടുള്ളത്, എന്നിട്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം മടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ തന്നെ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടാകാം. അതെന്തായാലും ഈ ഒരു വ്യക്തിയെ വളരെ നല്ല രീതിയിൽ അതിശയിപ്പിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു മാറ്റം അവർക്ക് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വന്ന ഈ ഒരു ചേഞ്ച് അവർക്കൊരു തിരിച്ചടി കിട്ടിയതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്ന ഒരാളാണെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നു. അതായത് നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മൂവ് ചെയ്യുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നത്. അതായത് ആദ്യത്തെ പോലെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയായിരിക്കാം. എന്ത് ചെയ്താലും അവർ അത് സമ്മതിച്ചു തരുന്ന കൂട്ടത്തിലുമല്ല. അതായത് താനാണ് തെറ്റ് ചെയ്തതെങ്കിൽ പോലും അല്ലെ അത് അറിയാമെങ്കിൽ പോലും അവർ അത് ആ ഒരു തെറ്റ് സമ്മതിച്ചു തരുന്ന കൂട്ടത്തിലല്ല. പക്ഷെ അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പഴയതുപോലെയല്ല, നിങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ള ആ ഒരു തോട്ട്സാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. തുടക്ക സമയത്തും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതായത് ഈ ഒരു വ്യക്തിയുടെ കൂടെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്ത് തടസ്സമുണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് എത്ര കാലം വേണേലും നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം ആ ഒരു വ്യക്തിയോട്. എന്തായാലും ഇവിടെ നിങ്ങളുടെ വ്യക്തി ആ ഒരു ഡിസിഷൻ തെറ്റിച്ചു പോയതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യം എന്നുള്ളത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എത്ര കാലം വേണേലും വെയിറ്റ് ചെയ്യും. അതായത് അവർ എന്ത് സിറ്റുവേഷനിൽ പോയിക്കോട്ടെ, ഫാമിലിയിലേക്ക് പോയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്നുള്ള തോട്ട്സ് അവർക്കുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടാണ് കാണുന്നത്. അതായത് വളരെയധികം ദൈവികമായിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ വിട്ടു നിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് മേ ബി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുള്ള ഒരാളായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. എന്താണേലും നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ അവർ വിചാരിക്കുന്നത് പോലും ആ ഒരു കാര്യമാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ എനർജി ഇവിടെ ചേഞ്ച് ആക്കിയത് ആ ഒരു പേഴ്സണെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ.
അതായത് നിങ്ങൾ ആദ്യത്തെ ആളല്ല, നിങ്ങൾ ടോട്ടലി ചേഞ്ച് ആയിരിക്കുന്നു എന്നുള്ള ഒരു തോട്ട്സാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത്. അപ്പം എന്തായാലും നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വ്യക്തി വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങളുടെ ഈ ഒരു മാറ്റം ആ ഒരു വ്യക്തിയെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എത്രയും ചേഞ്ച് ആയല്ലോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾ എത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ, അല്ലെ ഇത്രയും ചേഞ്ച് ആയല്ലോ, അല്ലെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള കാര്യം ആ ഒരു പേഴ്സണെ വല്ലാതെ അലട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിലുള്ള ഒരു പ്രണയം ഉണ്ടെന്നാണ് കാണുന്നത്. വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയം. ആ ഒരു വ്യക്തി എന്ത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളെന്നുള്ള വ്യക്തി ആ ഒരു വ്യക്തിക്ക് മറന്നു കളയാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളോട് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ സോൾമേറ്റ്സ് ആണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു സോൾ കണക്ഷൻ ആ ഒരു വ്യക്തിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം നമ്മൾ നോക്കിയത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്സ് ആണ് ഇപ്പോഴുള്ളത്. അതാണ് നമ്മൾ നോക്കിയത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. സ്ട്രെങ്ത്, ഫൈവ് ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ, സിക്സ് ഓഫ് പെന്റക്കിൾസ്, the Hierophant, two of cups. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കാം. നയൻ ഓഫ് സോർഡ്സ്, സിക്സ് ഓഫ് കപ്സ്, the Empress, Ten of Pentacles, Three of Swords. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമേ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കാം. എൻ്റെ ഉള്ളിൽ പശ്ചാത്താപവും നഷ്ടവും തോന്നുമ്പോൾ പോലും എൻ്റെ ഉള്ളിലെ ശക്തിയെ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ കാഴ്ചപ്പാട് മാറ്റാനായി ഞാൻ ശ്രമിക്കുന്നു. നീ അർഹിക്കുന്ന സ്നേഹം നിനക്ക് നൽകാനായി ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് വളരെയധികം സത്യസന്ധമായി എങ്ങനെ നിൽക്കാമെന്ന് ഞാൻ പഠിക്കുകയാണ്. നീ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. നീയുമായിട്ടുള്ള കണക്ഷൻ അത്രയും പവിത്രമായ ഒന്നാണ്. എൻ്റെ ആത്മാവ് അത് തിരിച്ചറിയുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടാകാം. ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം വേദനയും സ്ട്രെസ്സും ഉണ്ടായിട്ടുണ്ടാകാം. അത് നിങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും ഭാരമായി തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും ഈ ഒരു വ്യക്തിക്കും ഇടയിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിലനിൽക്കുന്നു. നിങ്ങൾ വളരെയധികം വിശാല ഹൃദയരും സ്നേഹവും ഉള്ളവരായിട്ട് ഇവിടെ കാണുന്നു. നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. നിങ്ങളോട് തന്നെ ഈ ഒരു സമയം ചോദിക്കുക, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ സേഫ് ആണോ? ഇത് ലോങ് ടേമിൽ ഇത് നിലനിൽക്കുമോ? ഇതിൽ നിന്നാൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ഹീലാകുക. നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ കെയർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ സ്വന്തമായി തന്നെ കെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ്.